أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. മൂഢജനം തീർച്ചയായും പറയും, നമസ്കാരത്തിൽ മുമ്പ് അഭിമുഖീകരിച്ച ഖിബിലയിൽ നിന്ന് അവരെ പെട്ടെന്നു തെറ്റിച്ചു കളഞ്ഞതെന്ത്? പ്രവാചകൻ അവരോട് പറയുക, കിഴക്കും പടിഞ്ഞാറുമെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഇவ்விധം നാം നിങ്ങളെ ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ലോക ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിനു വേണ്ടി, ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയും. മുമ്പ് നിങ്ങൾ തിരിഞ്ഞ ദിക്കിനെ നാം ഖിബിലയാക്കി നിശ്ചയിച്ചത് ദൈവദൂതനെ പിന്തുടരുന്നവരെയും പിന്തിരിഞ്ഞു പോകുന്നവരെയും വേർതിരിച്ചു കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ നടപടിയാവട്ടെ വലിയൊരു പ്രയാസം തന്നെയാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദർശനം ലഭിച്ചവർക്ക് അത് ഒട്ടും പ്രയാസകരമായില്ല. അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ ഈ വിശ്വാസത്തെ പാഴാക്കുകയില്ല. മനുഷ്യരോട് അളവറ്റ വാത്സല്യമുള്ളവനും ദയാപരനുമല്ലോ അള്ളാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന ഒരു സമയമായി അല്ലെങ്കിൽ കർമ്മമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. പഠിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്ത് ബക്കറയിലെ 142-143 ആയത്തും അതിന്റെ അർത്ഥവുമാണ് വായിച്ചത്. ഇത് നമ്മുടെ രണ്ടാമത്തെ ജുസ് സയഖൂലു സുഫഹാഉ എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ജുസിന്റെ തുടക്കമാണ്. അപ്പോ ഈ ഒരു ആയത്ത് ഇതുവരെ നമ്മൾ പറഞ്ഞ വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് വേറെ വിഷയം എന്ന് പറയുന്നത് ചെറിയ ഒരു ജൂതന്മാരുടെ ഇത്രയും കാലം ഇപ്പൊ 141 സൂറത്തുൽ ബക്കറയിലെ 141 ആയത്ത് വരെ ആദ്യം കുറച്ച് ആയത്തുകൾ ഒഴിച്ചാല് ബാക്കി കുറേ ആയത്തുകളായി നമ്മൾ ജൂതന്മാർക്ക് സംഭവിച്ച മാർഗഭ്രംശം, അവരെന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശാപത്തിനിരയായത്, അവരുടെ നിലപാട് എന്തായിരുന്നു, അവരുടെ സംസാരം എന്തായിരുന്നു, അവരുടെ പണ്ഡിതന്മാരെങ്ങനെയായിരുന്നു, അനുയായികളോട് അവരെന്താ പറഞ്ഞിരുന്നത്, അവരോട് എങ്ങനെ മുസ്ലിങ്ങളോട് പറയുന്നുണ്ട് അവരോട് എങ്ങനെ നിങ്ങൾ ഇപ്പൊ തിരിച്ചു പറയണം, അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ മറുപടി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി മറ്റൊരു മുസ്ലിം സമുദായത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ആയത്ത് മുതല് ഇങ്ങനെയായിരുന്ന ഈ ഇസ്രായേലി വംശം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ
നേതൃത്വ പദവിയിൽ നിന്നും മാറ്റപ്പെട്ടത് എന്നതിന്റെ വലിയൊരു കഥയാണ് നമ്മൾ കേട്ടത് ഇത്രയും ആയത്തുകളിൽ. എന്തുകൊണ്ട് അള്ളാഹ് അവരെ മാറ്റി മറ്റൊരു സമൂഹത്തെ കൊണ്ടുവന്ന് ഈ മനുഷ്യ സമുദായത്തെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഇതിന്റെ നേതൃത്വ പദവി മുസ്ലിങ്ങൾക്ക് കൊടുത്തതിന്റെ ഒരു കാരണം. അപ്പൊ ഇന്ന് ആയത്ത് മുതലും ഖിബല മാറ്റത്തെ കുറിച്ചും ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. സയഖൂലു സുഫഹ, ആദ്യം ഒന്നാമത്തെ ആയത്ത്. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അറിയായിരിക്കും, നിങ്ങൾക്കറിയാം, ആദ്യം ഖിബ്ല കഅബയായിരുന്നു. പ്രവാചകൻ മക്കത്തായിരുന്ന സമയത്ത് അന്ന് ഇങ്ങനെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായം അതിലുണ്ട്. പക്ഷെ അധികം പറയുന്നത് ആദ്യം കഅബയായിരുന്നു. പ്രവാചകൻ മക്ക കാലഘട്ടത്തിൽ 40-ാം വയസ്സ് മുതൽ അങ്ങനെ നമസ്കരിച്ചിരുന്ന സമയത്ത് 53-ാം വയസ്സിലാണല്ലോ ഹിജ്റ പോകുന്നത്. അപ്പൊ അന്ന് കഅബ തന്നെയായിരുന്നു കിബില. പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബൈത്തുൽ മുഖദ്ദസ്, അതായത് നമ്മൾ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ആ ഒരു പള്ളി, അതിലേക്ക് കിബിലയെ മാറ്റി. വീണ്ടും ഈ ഒരു സമയത്ത് ഈ ഒരു ആയത്ത് ഇറങ്ങുമ്പോഴാണ് വീണ്ടും ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തിരിച്ച് കഅബയിലേക്ക് കിബിലയെ വീണ്ടും മാറ്റി, വീണ്ടും തിരിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു കിബില മാറ്റം ഉണ്ടായത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഈ ആയത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു കിട്ടുക. അപ്പോ സയഖൂലു സുഫഹാഉ, വിഡ്ഢികൾ പറയും, മിനൻ നാസി, ജനങ്ങളിൽപ്പെട്ട, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹ, അതായത് മൂഢജനം തീർച്ചയായും പറയും, നമസ്കാരത്തിൽ മുമ്പ് അഭിമുഖീകരിച്ച കിബിലയിൽ നിന്ന് അവരെ പെട്ടെന്ന് തെറ്റിച്ചു കളഞ്ഞത് എന്ത്? പ്രവാചകനെ അവരോട് പറയുക, കുൽ, നീ പറഞ്ഞേക്കു, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അള്ളാഹുവിന് കിഴക്കും പടിഞ്ഞാറും എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിൻ്റെതാകുന്നു. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അതായത് കിബ്ല മാറ്റിയ സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായി. പെട്ടെന്നൊരു മാറ്റത്തെ കുറിച്ച്, എന്താണ് ഇങ്ങനെ ഒരു മാറ്റം? അള്ളാഹു ഒരു ഭാഗത്തുനിന്ന് ഇത്രയും ദിവസം ഒരു ഭാഗം, പിന്നെ വേറൊരു ഭാഗം, ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകള് വിഡ്ഢികളായ, ഖുർആൻ അവരെ ഉപയോഗിച്ചത് വിഡ്ഢികൾ എന്നാണ്. സയഖൂലു സുഫഹ, വിഡ്ഢികളായ ആളുകൾ പറയും അവരെന്താ ഇങ്ങനെ അങ്ങനെ എന്നുള്ളത്. അപ്പൊ ആദ്യം വേർഡ് മീനിങ്ങിലേക്ക് പോവാം. സയഖൂലു, പറയുന്നു. ഇവിടെ എന്ന് പറയുന്ന കാല എന്ന വാക്ക് യഖൂലു, കാല യഖൂലു എന്നാണ്. കാല പറഞ്ഞു, യഖൂലു അവൻ പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ ഓർ സൗഫ, ഈ രണ്ട് വാക്കുകള് ഒരു മുദാരിയായ വാക്കിന്റെ കൂടെ വരുമ്പോ ഫ്യൂച്ചർ ആയിട്ട് പറയും. അപ്പൊ ഇവിടെ പറയുന്നു എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവർ പറയും, ഇനി അവർ പറയാൻ പോവുകയാണ്, ഇപ്പൊ കിബില മാറിയല്ലോ, അപ്പൊ അവര് പറയും എന്നുള്ള തരത്തിലും ഈ ഉപയോഗിച്ചതായിട്ട് പറയുന്നു. അപ്പൊ അവരിങ്ങനെ പറയും, അവർ ഈ വിഡ്ഢികളായ മനുഷ്യർ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ള തരത്തില്. സയഖൂലു, പറയും അല്ലെങ്കിൽ പറയുന്നു. അസുഫഹാഉ, വിഡ്ഢികൾ. വിഡ്ഢികൾ എന്നുള്ള വാക്കിന്റെ ഇത് പിന്നെ ഇതിന്റെ മുഫ്രദ്, അതായത് സിംഗുലർ ഫോം സഫീഹ് എന്നാണ്. സഫീഹ് ജമൽ സുഫഹാ. സുഫഹ, വിഡ്ഢികളായ ആളുകൾ പറയും, മിനൻ നാസി, ജനങ്ങളിൽ നിന്നുള്ള, ജനങ്ങളിൽപ്പെട്ട, മിന എന്ന് പറഞ്ഞ ഫ്രം, ജനങ്ങളിൽ നിന്നുള്ള, ജനങ്ങളിൽപ്പെട്ട വിഡ്ഢികളായ ആളുകൾ പറയും, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹ, അതാണ് അവരുടെ ചോദ്യം. മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹ, മാ എന്താണ്? മാ എന്നത് രണ്ടു അർത്ഥമുണ്ടല്ലോ, എന്താണ്, യാതൊന്ന്, അല്ലെ? അപ്പൊ അല്ല എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? വല്ല, തിരിച്ചു, വല്ല എന്ന് പറഞ്ഞാൽ തിരിക്കുക, വല്ല, തവല്ല, തവല്ലോ എന്നൊക്കെ പറഞ്ഞ കുറെ വേറെ ആയത്തുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വല്ല, വല്ല, വല്ല എന്ന് പറഞ്ഞാൽ തിരിയ. വല്ലാഹും, അവരെ തിരിച്ചത്, അവരെ തിരിച്ചത്. അൻ എന്ന് പറഞ്ഞാൽ ഫ്രം, എന്തിൽ നിന്ന്? ഖിബിലത്തിഹിം, അവരുടെ ഖിബിലയിൽ നിന്ന്. ഖിബിലത്ത് എന്ന് പറഞ്ഞാൽ ഖിബില, ഹിം അവരുടെ, അപ്പൊ അവരുടെ ഖിബിലയിൽ നിന്ന്. അല്ലത്തി, എങ്ങനെയുള്ള ഖിബിലത്താണ്? ഖിബിലത്ത് മുഅന്നസ് ആയതുകൊണ്ട് അല്ലത്തി. ഓക്കെ, ഈ അല്ലത്തി എന്ന വാക്ക് അല്ലതി, എങ്ങനെയുള്ള എന്നതിന്റെ മുഅന്നസായ ഫോമാണ് അല്ലത്തി. ഈ ഖിബിലത്ത് മുഅന്നസ് ആയതുകൊണ്ട് അല്ലത്തി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഖിബിലത്ത് എന്താണ്? ഖിബിലത്ത്, അപ്പൊ അല്ലത്തി എന്നാണ് പറയാം. നേരെ മറിച്ച് മുദക്കറായ, അതായത് പുല്ലിംഗമായ
ഒരു വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലതി എന്നാണ് ഉപയോഗിക്കുക. അപ്പോ ഖിബിലത്തെ അല്ലത്തി എങ്ങനെയുള്ള ഖിബില കാനു അവരായിരുന്നു അലൈഹ അതിന്റെ മേൽ അല പ്ലസ് ഹ അലൈഹ അതിന്റെ മേൽ. ഇവിടെ ഹ എന്ന് ഉപയോഗിച്ച എന്തുകൊണ്ട് ഖിബിലത്ത് മുഅന്നത്ത് ആയതുകൊണ്ട് ഹ എന്ന് അല്ലത്തിയൊക്കെ അതിനോട് കണക്റ്റഡ് ആണ്. അപ്പൊ അവർ ഇതുവരെ ഉണ്ടായിരുന്ന, അതായത് ഇതുവരെ നിന്നിരുന്ന ഖിബിലത്ത്, അവരുടെ ആ ഖിബിലയിൽ നിന്നും ഇങ്ങനെ അവരെ എങ്ങനെ തിരിച്ചത് അള്ളാഹു എന്നാണ് ഇവരെ ചോദ്യം. മനസ്സിലായില്ലേ? ഇതൊറ്റ ഒരു സെന്റൻസ് ആയിട്ട് പഠിക്കുക. മാ വല്ലാഹും എന്താണ് അവരെ തിരിച്ചത്, അൻ ഖിബ്ലതിഹിമുല്ലതി കാനു അലൈഹ അവർ അതുവരെ ഉണ്ടായിരുന്ന ആ ഖിബ്ലയിൽ നിന്ന് അവരെ തിരിച്ചത് എന്താണ്? ഫഖുൽ പ്രവാചകനെ നീ പറയൂ, അവരോട് പറഞ്ഞേക്ക്, ലില്ലാഹി അള്ളാഹുവിനുണ്ട്, ഫോർ അള്ളാഹ്, ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി അല്ലെങ്കിൽ ടു എന്നുള്ള അർത്ഥം, അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിനാണ്, ലില്ലാഹി അൽ മഷ്രിഖ് വൽ മഗ്രിബ് അല്ലെ, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. ഈ മഷ്രിഖും മഗ്രിബും ഓർത്തു വെക്കാം. മഗ്രിബ് നമ്മൾ മഗ്രിബിന്റെ സമയം പടിഞ്ഞാറ് ഭാഗത്തല്ല സൂര്യൻ അസ്തമിക്കുന്നത് അല്ലെ, ആ സമയത്താണ് മഗ്രിബിന്റെ സമയം. അപ്പൊ അത് ഓർത്തു വെക്കാൻ നല്ല. മഗ്രിബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്, ഗർബ് പടിഞ്ഞാറ് ദിശ. അപ്പോ മഷ്രിഖ് ഷർക്ക്, മഷ്രിഖ് കിഴക്ക്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മഷ്രിഖും മഗ്രിബും, കിഴക്കും പടിഞ്ഞാറും. അപ്പൊ ഈ കിഴക്കും പടിഞ്ഞാറും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അതായത് ആ ഭാഗവും ഈ ഭാഗവും എല്ലാ ഭാഗവും എല്ലാം ആരുടെയാണ്? അള്ളാഹുവിൻ്റെതാണ്. യഹ്ദി അവൻ വഴികാട്ടുന്നു, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നത് ആരാണോ അവർക്ക്. യഹ്ദി ഹദാ യഹ്ദി അവൻ വഴികാട്ടുന്നു, അതേ ഗൈഡ് ചെയ്യുന്നു, ഗൈഡൻസ് കൊടുക്കുന്നു. മൻ ആർക്ക്? യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇത് ഷാ എന്ന വാക്കാണ് യശാഉ. ഷാ ഉദ്ദേശിച്ചു, യശാഉ ഉദ്ദേശിക്കുന്നു. ഇൻഷാ അള്ളാഹ് എന്നൊക്കെ പറയുന്ന ആ ഷാ തന്നെയാണ് ഇത്. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഷാ ഉദ്ദേശിച്ചു. അപ്പൊ യശാഉ ആരാണോ യശാഉ അവൻ ഉദ്ദേശിക്കുന്നത്, ഇലാ സിറാത്തിൻ മുസ്തഖീം അതായത് ഇലാലേക്ക്, സിറാത്ത് മാർഗം, മുസ്തഖീം നേരായ. അപ്പോ അവൻ അള്ളാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്ത് മുസ്തഖീം ഒരൊറ്റ സെന്റൻസ് ആയിട്ട് പഠിക്കുക. അതായത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു, വഴി കാണിച്ചു കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഈ സിറാത്തുൽ മുസ്തഖീമിന്ന് അതിലേക്ക് അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശിച്ചവർക്കാണ് ആ ഒരു ഹിദായത്ത് കിട്ടുന്നത്. സിറാത്തുൽ മുസ്തഖീമിന്റെ അവസാനമാണല്ലോ സ്വർഗം. സിറാത്തുൽ മുസ്തഖീം എന്ന ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചു പോയ അതിന്റെ അവസാനം സ്വർഗത്തിലാണ് എത്തുക. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോഴാണ് നമ്മൾ വഴിതെറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുൽ പ്രവാചകൻ നീ പറയുക, ലില്ലാഹിൽ മഷ്രിഖ് വൽ മഗ്രിബ് അള്ളാഹുവിന് മഷ്രിഖും മഗ്രിബും ഉണ്ട്, കിഴക്കും പടിഞ്ഞാറും ഉണ്ട്. യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. സയഖൂലു സുഫഹാ മിനന്നാസ് ജനങ്ങളിൽപ്പെട്ട വിഡ്ഢികളായ ആളുകൾ പറയും, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനു അലൈഹ മാ വല്ലാഹും എന്താണ് അവരെ തിരിച്ചത്, അൻ ഖിബ്ലതിഹിം അവരുടെ കിബിലയിൽ നിന്ന്, അല്ലതി കാനു അലൈഹ അവര് അതിന്റെ മേലെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പ്രവാചകനെ നീ പറയുക, അവരോട് പറഞ്ഞേക്കുക, എന്ത്? ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഇത് കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്ത് മുസ്തഖീം ഉദ്ദേശിക്കുന്നവർ അവൻ നേരായ മാർഗത്തിലേക്ക് അവൻ നയിക്കുന്നു. അപ്പൊ ആദ്യം ഈ ആയത്തിന്റെ അർത്ഥം നന്നായി നമ്മൾ മനസ്സിലേക്ക് എടുത്തിട്ട് പിന്നെ വിശദീകരണം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ആയത്ത് എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും ശരിക്കും ഉള്ളിലേക്ക് മനസ്സിലാക്കി പിന്നെ വിശദീകരണം കേൾക്കുക. അപ്പൊ ഇവിടെ ഈ ആയത്ത് ഹിജ്റക്ക് ശേഷം മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 16 17 മാസക്കാലം ബൈത്തുൽ അഖ്സ, അതായത് ഹിജ്റ 53-ാം വയസ്സിൽ, 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി, 53-ാം വയസ്സില് പ്രവാചകൻ ഹിജ്റ പോയി. അങ്ങനെ മദീനയിൽ എത്തിയിട്ട് 16 17 വർഷക്കാലം പ്രവാചകൻ കിബിലയായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ബൈത്തുൽ മുഖദ്ദസിനെ തന്നെയായിരുന്നു, മസ്ജിദുൽ അഖ്സ. പിന്നീടാണ് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള ആജ്ഞ ലഭിക്കുന്നത്. തിരിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരുന്നു. 16 വർഷം 16 17 മാസക്കാലം കേട്ടോ. 16 17 മാസക്കാലം, മാസം
അതായത് ഒരു ഒന്നൊന്നര വർഷത്തോളം ആ ഒരു ബൈത്തുൽ മുഖദ്ദിസിന് നേരെയായിരുന്നു. ഇനി ഇവിടെ അതാണ് ഇങ്ങനെ ഒരു ആയത്ത് ഇവിടെ പറയുന്നത്. ഈ ഒരു സന്ദർഭം വേറെ വിഷയത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് ഇത് ഈ മൂഢന്മാരുടെ ആക്ഷേപത്തിലുള്ള ഒന്നാമത്തെ മറുപടിയാണ്. അതായത് ഖുൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് പറഞ്ഞില്ലേ, അവരോട് പറഞ്ഞേക്കുക, പ്രവാചകനോട് അവരോട് മറുപടി കൊടുക്കാൻ പറയാണ്. എന്താ ഇങ്ങനെ തിരിച്ചത് എന്നതിന് മറുപടി കൊടുക്കാൻ ഇങ്ങനെ അള്ള പറഞ്ഞു കൊടുക്കാണ്. അള്ളാഹ്ക്കുള്ളതാണ് പടിഞ്ഞാറും കിഴക്കുമൊക്കെ അള്ളാഹുവിന്റെ ആണ് എന്ന് മറുപടി പറയാൻ വേണ്ടി അള്ള പറഞ്ഞു കൊടുക്കുകയാണ്. കുല്ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇത് ആ മൂഢന്മാരുടെ ആക്ഷേപത്തിനുള്ള ഒന്നാമത്തെ മറുപടിയാണ്. അവരുടെ മനസ്സ് സങ്കുചിതവും വീക്ഷണം ഹ്രസ്വവുമായിരുന്നു. ഭാഗത്തിന്റെയും സ്ഥലത്തിന്റെയും തടവുകാരായിരുന്നു അവർ. ദൈവം ഒരു പ്രത്യേക ഭാഗത്ത് ബന്ധിതനാണെന്നായിരുന്നു അവരുടെ ധാരണ. അതിനാൽ അവരുടെ അന്ധമായ ആക്ഷേപത്തിന് മറുപടിയായി കിഴക്കും പടിഞ്ഞാറുമെല്ലാം അള്ളാഹുവിൻ്റെതാണ് ആദ്യമായി ഉണർത്തുകയാണ്. അപ്പൊ അവരോട് പറയാണ്, ഇപ്പൊ ചില ആളുകൾ ഉണ്ടല്ലേ, ഇതിൽ പറയുന്നത് കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെതാണ്. ഏതെങ്കിലും ഒരു ഭാഗം അള്ളാഹു കിബിലയായി നിശ്ചയിക്കുന്നതിന് അർത്ഥം അള്ളാഹു ആ ഭാഗത്താണെന്നല്ല. അവൻ സന്മാർഗം നൽകിയ ജനങ്ങൾ ഇത്തരം സങ്കുചിത ചിന്തകൾക്ക് അതീതമായിരിക്കും. സാർവലൗകിക യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ അവർക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. ഇവിടെ ഇത് പറഞ്ഞത് അള്ളാഹു പറഞ്ഞില്ലേ, യഹ്ദീമൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്നുള്ളതില് വളരെ വലിയ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്ന ചില ആളുകൾ ദീനിനെ കാണുന്നത് വെറും ചിഹ്നങ്ങളായിട്ടും ഓരോ ഭാഗമായിട്ടും ഓരോ ഭാഗത്തിന്റെ സ്ഥലത്തിന്റെ തടവുകാരായിട്ട്. അപ്പൊ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഭാഗം തന്നെ, ആ ഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിട്ടല്ല, ഒരു ചിഹ്നത്തിന് ഒരു പ്രത്യേകത അങ്ങനെയല്ല. ആ ചിഹ്നത്തിന്റെ ആ ചിത്രത്തിന്റെ ഷേപ്പോ കളറോ അതൊന്നും അല്ല ഇസ്ലാമിന്റെ ഒരു വീക്ഷണത്തിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. മറിച്ച് ആ ഒരു ചിഹ്നത്തിനും ആ ഒരു ഭാഗത്തിനും അള്ളാഹു അങ്ങനെ ആക്കുന്നതിന് അതിന്റെ അന്തർലീനമായ വേറൊരു അർത്ഥം അതിലുണ്ടാവും. അപ്പൊ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമ്മൾ പിൻപറ്റേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പൊ കിഴക്കുന്ന് പടിഞ്ഞാറ് മാറ്റിയത് ആരാണ്? അള്ളയാണ് ഈ മാറ്റുന്നത്. അപ്പൊ എന്താണ് ആ ഭാഗത്ത്? ഇപ്പൊ ഇവര് ചോദിക്കുന്നത് എന്താണ്? അള്ളാഹു ഒരു ഭാഗം, പിന്നെന്താ അള്ള ഇങ്ങോട്ട് മാറ്റി എന്നുള്ള ഒരു സംശയമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ അള്ളാഹു ഒരു ഭാഗം കിബിലയായി നിശ്ചയിക്കുമ്പോ അവിടെ പോയി അള്ള ഇരിക്കുക എന്നുള്ളതല്ല പറയണത്. ഇപ്പൊ കിഴക്ക് ഭാഗത്ത് കിബിലയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ് കിബില, അപ്പൊ അവിടെയാണ് അള്ളാഹു ഇരിക്കുന്നത് എന്നല്ല ആ ഭാഗത്തിന്റെ നല്ല പ്രത്യേകത. മറിച്ച് എല്ലാ ഭാഗവും മുഴു ലോകവും അള്ളാഹുവിൻ്റെതാണെന്ന് ആദ്യമായിട്ട് മറുപടി കൊടുക്കാൻ. മനസ്സിലായില്ലേ? ആ ഒരു മറുപടിയിലെ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്തിനാണ് ഈ ഭാഗത്തെ കുറിച്ച് ചെല്ലുന്നത്? ഭാഗം, എല്ലാ ഭാഗവും അള്ളാഹുവിന്റെ തന്നെയാണ്. അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല അള്ളാഹ്, കിഴക്ക് മാത്രം ഒതുക്കി നിൽക്കുന്നവനല്ല. ആ ഭാഗം എല്ലാം അള്ളാഹിന്റെ തന്നെയാണ്. എന്നിട്ട് പറയാണ് യഹ്ദി അള്ളാഹു പിന്നെ ഈ ഉദ്ദേശിച്ച ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നു പറയാൻ കാരണം അതിൽ ചില ഇസ്ലാമിന്റെ വിഷയങ്ങൾ വരുമ്പോ അതിന്റെ അന്തർലീനമായ അർത്ഥം മനസ്സിലാക്കാതെ വെറും ചിഹ്നങ്ങളിലും ഭാഗങ്ങളിലും എന്തെങ്കിലുമൊക്കെ അടയാളങ്ങളിലും ഒക്കെ ഒതുങ്ങി കൂടിയിട്ട് അതിമ്മ പിടിച്ചു തൂങ്ങിയിട്ട് എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നതിന്റെ അർത്ഥം ഉൾക്കൊള്ളാതെ ആ ഒരു പ്രവൃത്തിയിൽ അങ്ങ് കടിച്ചു തൂങ്ങിയിട്ട് നിൽക്കുന്നതിന്റെ ഒരു അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അള്ളാഹു ശരിയായ ദിശ ഏതാന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. യഹ്ദീമൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായ മാർഗം, സിറാത്തുൽ മുസ്തഖീമായ മാർഗം ശരിയായത് എന്താണെന്ന് അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ 42 അല്ലെ, ഉടനെ ഈ ഒരു വിവാദത്തെ പരാമർശിച്ചുകൊണ്ട് പറയാണ്, ആദ്യമായിട്ട് ഈ സൂക്തം അവതരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശിഷ്യന്മാരും നമസ്കരിച്ചിരുന്നത് സുലൈമാൻ അലൈഹിസ്സലാം ജെറൂസലേമിൽ നിർമ്മിച്ച ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു. അത് മനസ്സിലായില്ലേ? മദീനയിൽ ചെന്ന് 1.5 വർഷം കഴിയുന്നത് വരെ ഇവർ സുലൈമാൻ നബി നിർമ്മിച്ചതാണ് ഈ ബൈത്തുൽ മുഖദ്ദസ്, അതായത് മസ്ജിദുൽ അഖ്സ. പിന്നെ ഹിജ്റക്ക് ശേഷം 16-17 മാസക്കാലം മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് തന്നെ തിരിഞ്ഞ് നമസ്കരിച്ചു. പ്രവാചകന്റെ മക്ക ജീവിതത്തിൽ കിബില ഏതായിരുന്നു എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ നിവേദനങ്ങളുണ്ട്. പക്ഷെ കിബില മാറ്റത്തിന്റെ കൽപ്പന വരുന്ന കാര്യത്തിൽ പിന്നെ ശിഷ്യന്മാരും നമസ്കരിച്ച് ബൈത്തുൽ മുഖദ്ദസ്, അതായത് ആദ്യം പണ്ഡിതന്മാരിൽ അധികം പറയുന്നത് മക്കയിൽ നിന്നപ്പോ കഅബയായിരുന്നു, പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹ് മാറ്റി, പിന്നെ വീണ്ടും മക്കയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. കിബിലയെ ഇങ്ങനെ ആദ്യം കഅബയായും പിന്നെ ബൈത്തുൽ മുഖദ്ദസായും വീണ്ടും കഅബയായും മാറ്റി നിശ്ചയത്തിന്റെ താല്പര്യം എന്തായിരുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്. അത് ഏതായാലും അവയിൽ ഏതെങ്കിലും ഒന്നിന്റെ വിശുദ്ധിയെയും ആദരണീയതയെയും നിഷേധിക്കുന്നില്ല.
ബൈത്തുൽ മുഖദ്ദസ് കിബിലയാക്കിയ കാലത്തും കഅബയെ മുസ്ലിങ്ങൾ പ്രവാചകവര്യനായ ഇബ്രാഹിമിൽ നിർമ്മിതനായ പ്രഥമ ദൈവിക മന്ദിരമായി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് കഅബയായാലും മസ്ജിദുൽ അഖ്സ ആയാലും രണ്ടിന്റെയും വിശുദ്ധിക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. കിബില മാറിയാലും അപ്പൊ ആദ്യം കഅബ പിന്നെ മസ്ജിദുൽ അഖ്സ പിന്നെയും കഅബ എന്നൊക്കെ മാറ്റിയാലും രണ്ടിന്റെ വിശുദ്ധി കീപ്പ് ചെയ്ത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരു കിബില മാറിയപ്പോ മറ്റീന് ശുദ്ധത നഷ്ടപ്പെട്ട് അതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളതിൽ അർത്ഥം ഇല്ല. മനസ്സിലായില്ലേ? അതായത് ഒരു കിബിലന്ന് മറ്റൊരു ഭാഗത്തേക്ക് മറ്റേ പള്ളിയിലേക്ക് കിബില തിരിച്ചപ്പോ ഈ പള്ളിയുടെ വിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ 3 പള്ളികൾക്കാണ് വിശുദ്ധിയും അത് സന്ദർശിക്കുന്നത് പുണ്യമുള്ളതായിട്ടുള്ള 3 പള്ളികളാണുള്ളത്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും. അപ്പൊ ഈ മസ്ജിദുൽ അഖ്സയും അതിൽപ്പെട്ട തന്നെ ആദരണീയമായി നിർത്തിയ ഒരു പള്ളിയാണ്. അപ്പൊ കഅബയെ കിബിലയാക്കിയ ശേഷവും ബൈത്തുൽ മുഖദ്ദസിനെ രണ്ടാമത്തെ കിബിലയും തീർത്ഥാടനം ചെയ്യുന്നത് പുണ്യമായി അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രഹമായി മുസ്ലിങ്ങൾ ആദരിച്ചു വരുന്നുണ്ട്. എങ്കിലും കിബിലയുടെ കാര്യത്തിലുണ്ടായ ഈ ഭേദഗതികൾ ആ കാലത്ത് വമ്പിച്ച വിവാദമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്നത്തെ മക്കയില് കിബില മാറിയപ്പോ തീർച്ചയായും അന്നൊരു വമ്പിച്ച വിവാദം ഉണ്ടായി. ഇന്നത്തെ സാഹചര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ സാഹചര്യം ഇത്രയൊന്നും വലിയ മാറ്റം വേണ്ട. അന്ന് വലിയൊരു സംഭവം ഉണ്ടായത്. പിന്നെ കിബില കഅബയിൽ മാറ്റിയപ്പോ ആൾക്കാർ ഭയങ്കര ചർച്ച തുടങ്ങി. ഇതെന്താണ്, അള്ളാഹുക്ക് എന്താണ് അത് ഇവിടെ അത്രയും കാലം ഇവിടെ പിന്നെന്താ മാറ്റി ഇങ്ങനെ അവരെന്തൊക്കെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ കാലത്തില് ചെറിയ ഒരു വിഷയത്തില് എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമ്പോഴേക്കും അതെല്ലാം മതത്തിനോട് കൂട്ടിക്കെട്ടി ആ മതം അങ്ങനെയാണ്, എന്താണ് അവര് ദൈവത്തിന് പറ്റിയെന്ന് പറയുന്ന എത്രയോ വിഷയങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ പ്രത്യേക ഉദാഹരണം എടുത്ത് പറയുന്നില്ല. എന്തെങ്കിലും ഒരു വിഷയം നാട്ടിലുണ്ടായാൽ അതെല്ലാം മതത്തിന്റെ കുഴപ്പത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇപ്പൊ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അന്ന് ഇത്രയും വലിയൊരു കിബില മാറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അന്നത്തെ ആളുകൾ അത് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ഇസ്ലാം എല്ലാ പ്രവാചക പൈതൃകങ്ങളെയും ആദരിക്കുന്നു എന്നതിന്റെ നിദർശനമായി കാണേണ്ട ഒരു നടപടിയായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന മധ്യമ സമുദായത്തിന്റെ സംസ്ഥാനവുമായി ബന്ധപ്പെടുത്തി ആ സംഭവം പരാമർശിക്കുന്നു. പക്ഷെ മതചിഹ്നങ്ങളുടെ ആന്തരാർത്ഥം ഉൾക്കൊള്ളാനാവാത്ത മൂഢജനം അതിനെ ഒരു വിവാദമാക്കി. അത്തരം വിവാദങ്ങളിൽ പതറിപ്പോകാതിരിക്കാൻ അത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു പ്രവാചകനും ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. അതായത് പിന്നെ ഈ വിഡ്ഢികൾ പറയും എന്നൂലു എന്ന് പറഞ്ഞിട്ടല്ലേ ആയത്ത് തുടങ്ങിയേ. അതായത് പ്രവാചകനോട് പറയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട് ഈ മൂഢജനങ്ങൾ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് എന്നും പറയുന്നുണ്ട് ഈ ആയത്തിന്റെ ഈ സയഖൂലു എന്നതിന്റെ അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ഇവര് മൂഢജനങ്ങളായ അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ പറയാം. അതായത് ഓരോ ചിഹ്നങ്ങളെയും അന്തരാർത്ഥത്തിലേക്ക് മനസ്സിലാകാതെ ഓരോ കാര്യത്തിനെയും വിമർശിക്കുന്ന വിഡ്ഢികളായ ആളുകൾ. മനസ്സിലായില്ലേ? ആരെയാണ് വിഡ്ഢികൾ ഉപയോഗിച്ചതെന്ന് മനസ്സിലായി തോന്നുന്നു. അപ്പോ അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പ് നൽകണം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, വിവാദങ്ങൾ ഉണ്ടാവും, പതറിപ്പോവാതിരിക്കാൻ അത് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇനി ഇവിടെ ഇവര് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാല് മുഹമ്മദും ഖുർആാനും നമ്മുടെ മേധാവിത്വവും ആചാര്യപദവും അംഗീകരിക്കാതെ നമ്മുടെ വിശ്വാസാചാരങ്ങളിൽ പലതിനെയും വിമർശിക്കുന്നുവെങ്കിലും ബൈത്തുൽ മുഖദ്ദസ് കിബിലയായി സ്വീകരിച്ചതിലൂടെ നമ്മുടെ പ്രാമാണികത അംഗീകരിച്ചു എന്നായിരുന്നു ജൂതന്മാരുടെ നിലപാട്. അതായത് നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബി ജൂതന്മാരുമായിട്ടുള്ള ഒരുപാട് ആയത്തുകൾ കഴിഞ്ഞുപോയി. അപ്പൊ അവസാനം ഇവര് ആകെ സന്തോഷിച്ചിരുന്ന എന്താണെന്നറിയോ? പിന്നെ മദീനയിലാണല്ലോ ഈ ജൂതന്മാര് പ്രവാചകൻ ഹിജ്റ പോയി 1.5 വർഷത്തോളം ബൈത്തുൽ മുഖദ്ദസിനെ കിബിലയാക്കി എന്ന് ഞാൻ പറഞ്ഞു. 1.5 വർഷത്തോളം. അപ്പോ ഈ സമയത്ത് മദീനയിലെ ജൂതന്മാരുടെ ആകെ ഒരു സമാധാനം, ഓലെന്തായാലും ഞങ്ങളുടെ പള്ളി ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ സുലൈമാൻ നബി ഉണ്ടാക്കിയ പള്ളിയാണ്. അപ്പൊ ഞങ്ങൾ ആദരിക്കുന്ന ആ പള്ളിയെ തന്നെ ഇവരും കിബിലയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എത്ര വിമർശനം ഉണ്ടായാലും ഞങ്ങളോട് യോജിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ തൗറാത്തിലെ കാര്യങ്ങളൊന്നും ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിലും എന്താണ് ഞങ്ങളുടെ കിബില തന്നെയാണ് ഇവരുടെയും കിബില ഞങ്ങളുടെ പള്ളി എന്ന് അവര് സന്തോഷിച്ചിരുന്നു. അതുകൊണ്ട് കിബില മാറ്റം അവരെ ശരിക്കും അരിശം കൊള്ളിച്ചു. ആ കിബില മാറിയതോടുകൂടി അവർ അംഗീകരിച്ച മുസ്ലിങ്ങൾ ഇപ്പോൾ അവരുടെ കിബില മാറ്റാൻ എന്താണ് കാരണം? അവർ ചോദിക്കണം, എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? മുഹമ്മദിന്റെ ദൈവത്തിന് ഒന്നിലും ഒരു ഉറപ്പില്ല. അദ്ദേഹം ഇടയ്ക്കിടെ തന്റെ പ്രവാചകനോടുള്ള നിർദ്ദേശങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മിനിയാന്ന് അവരുടെ കിബില കഅബയായിരുന്നു. ഇന്നലെ ബൈത്തുൽ മുഖദ്ദസ്. അതായത് പറയുന്നത് മിനിഞ്ഞാന്ന് എന്ന് പറയുന്നത് അവർ മക്കയിലായ സമയത്ത്
കഅബയായിരുന്നു. ഇന്നലെ ബൈത്തുൽ മുഖദ്ദസ്, അതായത് ഹിജ്റ ചെയ്തതിനു ശേഷം 1.5 വർഷത്തോളം ബൈത്തുൽ മുഖദ്ദസ്, ഇന്നിതാ വീണ്ടും കഅബ. ദൈവം പ്രവാചകന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഭേദഗതി അസംഭവ്യമാണെന്നായിരുന്നു അവരുടെ വാദം. അപ്പൊ അവരുടെ നിലപാട് പ്രകാരം ദൈവം ഒന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു വാദം അവർക്കുണ്ടായിരുന്നു. അപ്പൊ എന്താ ഇത്, മിഞ്ഞാന്ന് ഇന്നലെ ഒന്ന്, പിന്നെ ഇന്ന് വേറൊരു കിബില, അങ്ങനെ. അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞത് ഇത് ജൂതന്മാര് പറഞ്ഞ വാക്കുകളാണ് ഇത് ട്ടോ. ഇനി അവിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന അറേബ്യയിലെ മുശ്രിക്കുകൾ, അതായത് ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞത്, മദീനയിൽ ചെന്ന് കുറെ കാലം പാർത്തപ്പോൾ മുഹമ്മദിന് ഗൃഹാതുരത്വം പിടിപെട്ടു. അതായത് മക്കയിൽ നിന്ന് ഹിജറ പോയ വിഷമം നമുക്കറിയാലോ അല്ലെ. മക്കയിൽ നിന്ന് പ്രവാചകൻ മക്കയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടപ്പോ പ്രവാചകൻ വേദനയോടുകൂടി പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു അല്ലെ, വാക്ക്. എന്റെ ജനങ്ങൾ എങ്ങാനും എന്നെ ഇവിടുന്ന് പുറത്താക്കാതിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ഇതിൽ തന്നെ താമസിക്കുമായിരുന്നുള്ള തരത്തിലുള്ള ഒരു വേദനയോട് കൂടി ഒരു വാക്ക് അത്രക്കും പ്രവാചകന് മക്കയോട് ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ആ പോന്നതിന്റെ വിഷമത്തില് പ്രവാചകന് എന്ത് ചെയ്തതാണ്, ഇതുണ്ടാവില്ലേ, ഗൃഹാതുരത്വത്തിന്റെ ഇതിൽ അയാൾ ഇപ്പോൾ നമ്മുടെ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നമസ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കൊള്ളുന്നത് പ്രതീക്ഷ. അതായത് ഇപ്പോ ഇവര് പറയുന്നത് എന്താ വെച്ചാല്, വിഷമം കൊണ്ട് കുറച്ചുകാലം കഅബന്റെ മേലെ തന്നെ നിസ്കരിക്കും. കാരണം കഅബ മക്കയിലാണല്ലോ, മക്കയോടുള്ള ഇഷ്ടം കൊണ്ട് കഅബനെ ആക്കി കുറച്ചുകാലം അങ്ങോട്ട് നിസ്കരിച്ച് ഇനിയിപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സൊക്കെ റെഡി ആകുമ്പോ വീണ്ടും പ്രവാചകന് തിരിച്ചെന്നെ കിബിലയാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവര് പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ ഈ വിമർശനത്തിന് ഖുർആൻ നൽകുന്ന മറുപടി ഇതാണ്: അള്ളാഹു ഏതെങ്കിലും പ്രത്യേക ദിശയിൽ വസിക്കുകയല്ല, അവന്റേതായിട്ടുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയും അല്ല, ദിക്കുകളൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. അതായത് ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, അവൻ എല്ലാ ദിക്കുകളുടെയും പാലകനാകുന്നു. നിങ്ങൾ ഏതു ദിക്കിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്നതല്ല സന്മാർഗദബ്ധിയുടെ മാനദണ്ഡം. ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാലും ശരി, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കും. അല്ലെങ്കിൽ തന്നെ കിബിലയുടെ കാര്യത്തിൽ മുസ്ലിങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താണ് അർഹത? അതൊരു ചോദ്യമാണ്. നിങ്ങൾ എന്താണ് മുസ്ലിങ്ങൾ ഇങ്ങനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? യഥാർത്ഥ കിബില ഉപേക്ഷിച്ച് യഹൂദർ പശ്ചിമ ദിശയെ തങ്ങളുടെ കിബിലയായി സ്വയം തെരഞ്ഞെടുത്തു. ക്രൈസ്തവർ പൂർവ്വ ദിശയും തെരഞ്ഞെടുത്തു. അതായത് ഇവർ രണ്ടുപേരും വേറെ വേറെ ദിശകളെ കിബിലയായി സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ദിശകൾക്കുമാകട്ടെ അള്ളാഹുവിൽ മറ്റു ദിശകളെ അപേക്ഷിച്ച് ഒരു സവിശേഷവുമില്ല. എല്ലാ ദിശകളിലും ഒരുപോലെ അവന്റെ ആധിപത്യവും വ്യവസ്ഥയുമാണ് നടക്കുന്നത്. അവങ്കിൽ വല്ല വിശേഷമുണ്ടെങ്കിൽ അത് അവൻ സവിശേഷത അരുളുകയും കിബിലയായി നിശ്ചയിക്കുകയും ചെയ്ത മന്ദിരത്തിന് മാത്രമാകുന്നു. അങ്ങനെയുള്ള മന്ദിരമാകട്ടെ ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം ചേർന്ന് മക്കയിൽ നിർമ്മിച്ച ദൈവിക മന്ദിരമാകുന്നു. അത് തന്നെയാണ് അള്ളാഹു എല്ലാ ഇബ്രാഹിം സന്തതികൾക്കും കിബിലയായി നിശ്ചയിച്ചിരുന്നതും. ഈ മന്ദിരത്തെ കിബിലയാക്കിക്കൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വസ്തുതകൾക്കും തെളിവും സൂചന സൗറത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പക്ഷപാതത്താൽ പ്രേരിതമായി അതൊക്കെയും മായ്ച്ചു കളഞ്ഞു. എങ്കിലും താൻ സന്മാർഗ ദർശനം ചെയ്യപ്പെടണമെന്ന് ഉദ്ദേശിച്ചവരെ അള്ളാഹു തന്റെ അന്ത്യപ്രവാചകനിലൂടെ നേർവഴിക്ക് നയിക്കും. ഇപ്പോൾ ആ അന്ത്യപ്രവാചകൻ ജനങ്ങളുടെ മുമ്പിൽ സമാഗതനായിരിക്കുകയാണ്. അതായത് ഇവരോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവര് അള്ളാഹു പറഞ്ഞ കിബില അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ക്രിസ്ത്യാനികളും ജൂതന്മാരും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ തിരുത്താണ്. അള്ളാഹു സവിശേഷത നൽകിയ ഭാഗങ്ങൾക്ക് മാത്രമേ സവിശേഷത കൽപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇന്ന ഭാഗം ഇതിനൊരു സവിശേഷത നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒന്നും അതൊരു പുണ്യമായിട്ടോ അതൊരു വലിയതായിട്ടോ പരിഗണിക്കാൻ പാടില്ല. അത് ഏതൊരു കാര്യത്തിനെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തോ അതിന് മാത്രമേ എല്ലാ മുസ്ലിങ്ങളും ഒരു പ്രത്യേകതയോടുകൂടി കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് വേറൊരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ 3 പള്ളി മാത്രമാണ് പുണ്യം ആഗ്രഹിച്ചിട്ട് സന്ദർശിക്കാൻ പാടുള്ളൂ, പ്രത്യേക പ്രതിഫലവും ആഗ്രഹിച്ച്. അതായത് 3 പള്ളി, മസ്ജിദുൽ ഹറം, മസ്ജിദ് നബവി, മസ്ജിദുൽ അഖ്സയും. വേറെ പള്ളികളിലേക്ക് ഒരാൾ പോയിട്ട് അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയേണ്ട പ്രത്യേകത ഒരു പള്ളിക്ക് കൊടുക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു പള്ളിയും അള്ളാഹു സവിശേഷത പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും അതുപോലെ തന്നെ അള്ളാഹു പ്രവാചകനിലൂടെ നമുക്ക് സവിശേഷമാക്കി തന്നത് മാത്രമേ സവിശേഷമായിട്ട് കാണാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിലല്ല. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. കുറച്ച് വലിയ ആയത്താണ്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا وَمَا جَعَلْنَا الْقِبْلَةَ الَّتِي كُنْتَ عَلَيْهَا إِلَّا لِنَعْلَمَ مَنْ يَتَّبِعُ الرَّسُولَ مِمَّنْ يَنْقَلِبُ عَلَى عَقِبَيْهِ
وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. വക്കദാലിക, അതായത് ഇவ்വിധം നാം നിങ്ങളെ, അതായത് ഈ മുസ്ലിങ്ങളെയാണ് ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു. മിത സമുദായം എന്നതിന്റെ വാക്ക് ഏതാണ്? ഉമ്മത്തം വസത്ത. ഉമ്മത്തം വസത, മിതം, മിതം, മധ്യമം എന്നൊക്കെ അർത്ഥമുണ്ട്. നിങ്ങൾ ലോക ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിനു വേണ്ടി, ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയും മുമ്പ് നിങ്ങൾ തിരിഞ്ഞ ദിക്കിനെ നാം കിബിലയാക്കി നിശ്ചയിച്ചത് ദൈവദൂതനെ പിന്തുടരുന്നവരെയും പിന്തിരിഞ്ഞു പോകുന്നവരെയും വേർതിരിച്ചു കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഇതൊന്ന് ആലോചിച്ചു. അള്ളാഹ് പറയാണ് എന്തിനാണ് ഞാൻ കിബില മാറ്റിയത് എന്ന്. അള്ളാന്റെ ഉദ്ദേശം നോക്കൂ. ദൈവദൂതനെ പിന്തുടരുന്നവരെയും പിന്തിരിഞ്ഞു പോകുന്നവരെയും വേർതിരിഞ്ഞു കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ നടപടിയാവട്ടെ വലിയൊരു പ്രയാസം തന്നെയാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ചവർക്ക് അതൊട്ടും പ്രയാസകരമായില്ല. അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ ഈ വിശ്വാസത്തെ പാഴാക്കുകയില്ല. മനുഷ്യരുടെ അളവറ്റ വാത്സല്യവാനും ദയാപരനുമല്ലോ അള്ളാഹു. ഈ ആയത്തില് അള്ളാഹ് പറയാണ് മുസ്ലിങ്ങളെ ഉമ്മത്തും വസത്താക്കി, മിത സമുദായം. അതായത് ഇനി ജൂതന്മാരടുത്ത് ആ പൗരോഹിത്യം പറഞ്ഞിരുന്ന ജൂതന്മാരടുത്തുനിന്ന് ഇനി നേതൃത്വ പദവി അള്ളാഹു മുസ്ലിങ്ങളിലേക്ക് മാറ്റാണ്. ഉമ്മത്തും വസത്താക്കിയിരിക്കുകയാണ്. അപ്പോ എന്നിട്ട് പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാക്കാൻ വേണ്ടി റസൂലാണെങ്കിൽ നിങ്ങൾക്ക് സാക്ഷിയും. എന്നിട്ട് പറയണേ മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ ഈ കിബിലമാറ്റം എന്തിനാന്ന് വെച്ചാൽ ആരൊക്കെയാണ് റസൂലിനെ പിന്തുടരുന്നതെന്നും പിന്തിരിയുന്നതെന്നും ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര ഒരു കാര്യമുണ്ട്. അതായത് ചിലപ്പോ പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോ അതില് പിന്നെ ചില ആളുകളെങ്കിലും യുക്തി ആലോചിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുക്തിവാദികൾക്ക് എല്ലാത്തിലും യുക്തി കിട്ടിയാലേ അവരത് ചെയ്യുള്ളൂ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തില് പ്രവാചകൻ പറയുന്നതില് ആ ഭാഗത്തിന് അല്ലെങ്കിൽ എന്തിനാ മാറ്റിയെന്ന് യുക്തിയായിട്ട് ചിന്തിച്ചാൽ ഒരിക്കലും അതിന് അർത്ഥം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അള്ളാന്റെ ഉദ്ദേശം എന്താണ്? ആരാണ് റസൂല് പറയുന്നത് അതേപടി, ഏത് ഭാഗം എന്നതിലല്ല. ഇത് റസൂലാണോ പറഞ്ഞത് അത് ഞാൻ അനുസരിക്കാൻ പൂർണ്ണമായും തയ്യാറാണ് എന്നതിനെ പരീക്ഷിക്കാനാണ്. അപ്പൊ ചില ആളുകളെങ്കിലും അത് യുക്തി നോക്കിയോ അതെന്താ ഇങ്ങനെ എന്നൊക്കെ നോക്കിയിട്ട് റസൂൽ പറയുന്ന അനുസരണ എന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ ഒരുപാടുണ്ടാവും. അപ്പൊ ആരാണ് ശരിക്കും റസൂലിനെ പിന്തുടരുന്നതിനും പിന്തിരിഞ്ഞു പോകുന്നതിനും വേർതിരിച്ച് കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു ഇത്. മനസ്സിലായില്ല? അപ്പൊ ഈ ഒരു നടപടി ആവട്ടെ വലിയൊരു പ്രയാസം തന്നെ ആവാൻ, പക്ഷെ അള്ളാഹു മാർഗദർശനം ലഭിച്ചവർക്ക് അത് ഒട്ടും പ്രയാസമല്ലതാണ്. ഇതിലൊക്കെ ഒരുപാട് പോയിന്റ് നമ്മുടെ ജീവിതത്തിലേക്കുണ്ട്. അപ്പൊ ചില കാര്യങ്ങള് നമുക്ക് അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. പക്ഷേ ഈ പ്രയാസം എന്ന് മറ്റുള്ളവർ മുദ്ര കുത്തുന്ന പല കാര്യങ്ങളും ചില ആളുകൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. മനസ്സിന് അവർക്ക് ഒന്നും തോന്നില്ല. അതെന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മാർഗദർശനം കിട്ടിയ ആളുകൾക്ക് അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാ തോന്നുക. അതെന്തപ്പ ഇത്ര പ്രശ്നം? അത് അള്ളാഹ് പറഞ്ഞതല്ലേ, അത് അത്രയല്ലേ ഉള്ളൂ എന്ന് പറയും. മറ്റുള്ളവര് അതിലെന്താണ് യുക്തിയുടെ പിന്നാലെ പോയിട്ടും അതിന്റെ അർത്ഥം എന്താന്ന് അന്വേഷിച്ചിട്ടും ആഴങ്ങളിലേക്ക് പോയിട്ടും അവരാകെ കൺഫ്യൂഷൻ ആയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ അള്ളാഹിന്റെ മാർഗദർശനം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ആ അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഇതിലൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വാക്കർത്ഥങ്ങളിലേക്ക് പോവാം. അപ്പൊ കദാലിക്ക അപ്രകാരം, കദാലിക്ക അപ്രകാരം, ഖ എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ളത് അല്ലെ, ഖ പോലെ, ദാലിക്ക അത് എന്ന് ശരിക്കും, ദാലിക്ക തിൽക്ക എന്നൊക്കെ പറഞ്ഞു, ദാലിക്ക. അപ്പൊ കദാലിക്ക അത് പ്രകാരം അല്ലെങ്കിൽ അതുപോലെ, അപ്രകാരം. ജഅൽനാക്കും, ജഅൽനാക്കും, ജഅൽന എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് ജാല എന്നാണ്. ജാല എന്ന് പറഞ്ഞാല് ആക്കി. ജഅൽന നാം ആക്കി, എന്താക്കി? ജഅൽന നാം ആക്കി, നിങ്ങളെ. അപ്പൊ ജഅൽന നാം ആക്കി, നിങ്ങളെ, ഉമ്മത്തം വസത്ത, ഒരു സമുദായം, വസത്തായ സമുദായം. ഉമ്മത്തൻ വസത്ത, ഉമ്മത്ത് എന്ന് പറഞ്ഞ സമുദായം എല്ലാവർക്കും അറിയാലോ അല്ലെ. ഉമ്മത്തം വസത്ത, ഒരു സമുദായമാക്കി. ഇവിടെ പിന്നെ ഈ വസത്ത് എന്നത് സന്തുലിതം എന്ന അർത്ഥമുണ്ട്. വസത്ത് എന്ന് പറഞ്ഞാൽ മധ്യമം എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ സന്തുലിതമായ, മിതമായ എന്നർത്ഥമുണ്ട്. വസത്തൻ ലിത്തക്കുനി, വസത്ത് എന്നതിന്റെ നമ്മൾ ഓർത്തു വെക്കാനുള്ള എളുപ്പത്തിനുള്ള ഒരു കാര്യം ഇതെന്താ വെച്ചാല്, നമ്മൾ നമസ്കാരത്തിന്, അസർ നമസ്കാരത്തിന് സ്വലാത്തുൽ ഉസ്ത എന്ന് പറയാറുണ്ട്. സ്വലാത്തുൽ ഉസ്ത,
അതായത് അസർ നിങ്ങൾ നോക്കൂ, എവിടെയാ വരുന്നത്? സുബഹി ഒരു ദിവസത്തിലെ 5 നമസ്കാരങ്ങളിൽ മധ്യത്തിലുള്ളത് ഏതാണ്? മിഡിൽ വൺ ഏതാണ്? അസർ നിസ്കാരാണ്. സുബഹി, ളുഹർ, പിന്നെ മൂന്നാമത്തെ അസർ, പിന്നെ അത് കഴിഞ്ഞ് മഗ്‌രിബ് ഇശാ. അപ്പൊ ഈ ശരിക്കും അത് ആലോചിച്ച് വെച്ചാൽ സുഖാണ്. വസത്ത് ആലോചിക്കും. വസത്ത് സ്വലാത്തുൽ ഉസ്ത, ഉസ്ത എന്നുള്ള വാക്ക് വസത്ത് എന്നുള്ള വന്നാണ്. അപ്പൊ മിതം, സന്തുലിതം, അല്ലെങ്കിൽ സന്തുലിതം നിങ്ങൾക്ക് അറിയാലോ, എല്ലാത്തിനും ഒരു മിതമായിട്ടുള്ള എന്നാണ് സന്തുലിതത്തിന്റെ അർത്ഥം. അപ്പൊ ഉമ്മത്തും വസത്ത എന്നുള്ളത് ഒരു മധ്യമ സമുദായം എന്നുള്ള അർത്ഥം. ലി തെക്കൂനു, എന്തിനാ അങ്ങനെ ആക്കി? ലി വേണ്ടി, തെക്കൂനു നിങ്ങളാവാൻ വേണ്ടി. കാന യക്കൂനു തെക്കൂനു ട്ടോ. കാന ആയിത്തീർന്നു, യക്കൂനു ആയിത്തീരുന്നു, തെക്കൂനു എന്ന് പറഞ്ഞാൽ നിങ്ങളായിത്തീരാൻ. ആ ഷുഹദാ, ഷുഹദാ എന്ന് പറഞ്ഞാൽ സാക്ഷികൾ. ഷുഹദാ എന്നുള്ള വാക്ക് ഷഹീദിന്റെ ജമാണ് ഷുഹദാ. ഷഹീദ് സാക്ഷി, ഷുഹദാ സാക്ഷികൾ. അപ്പൊ നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി അലന്നാസി ജനങ്ങളുടെ മേൽ നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി. യക്കൂന യക്കൂന ആവാൻ വേണ്ടി, ആര്? റസൂലാവാൻ വേണ്ടി, അലൈക്കും നിങ്ങളുടെ മേൽ ഷഹീദ സാക്ഷി. ഈ വാക്ക് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതായത് തക്കൂനു ഷുഹദാ അലന്നാസ്, നിങ്ങള് ജനങ്ങൾക്കുമേൽ സാക്ഷികളാകുക. പിന്നെ എന്തിനും കൂടിയാണ്? യകൂന റസൂൽ അലൈക്കും ഷഹീദ, റസൂല് നിങ്ങളെ മേൽ സാക്ഷി. മനസ്സിലായില്ലേ? അത് എന്താന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കേണ്ടെന്ന് വെച്ചാല്, റസൂലാണ് നമുക്ക് എല്ലാം എത്തിച്ചു തന്നത്. അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഖുറാനിലൂടെ റസൂൽ നമുക്ക് എത്തിച്ചു. അപ്പൊ ഞാൻ എത്തിച്ചു എന്നതിന്റെ സാക്ഷി റസൂലാണ്. ഞാൻ ഈ മുസ്ലിങ്ങൾക്ക് അത് ശരിയായ രീതിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന് റസൂൽ സാക്ഷിയാണ്. ഇനി ആ കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ട് അത് ജനങ്ങൾക്ക് മേലെ സാക്ഷിയാവേണ്ടത് ആരാണ്? ഇനി ഈ മുസ്ലിങ്ങളാണ്. റസൂലിന്റെ അടുത്തുനിന്ന് ഇത് കിട്ടിയ ആ മുസ്ലിങ്ങള് ജനങ്ങൾക്ക് മേലെ സാക്ഷികളാവണം. അപ്പൊ വമാ ജാൽന, അതിന്റെ സാക്ഷികളാവുന്നതിന്റെ അർത്ഥ വിശദീകരണം കുറച്ചുണ്ട്, ഞാൻ പറയാം. വമാ ജാൽന, നാം ആക്കിയിട്ടില്ല, അൽ ഖിബിലയെ ആക്കിയിട്ടില്ല. മാ എന്ന് പറഞ്ഞാ ഇല്ല, ജാൽന നാം ആക്കി. അപ്പൊ മാ ജാൽന നാം ആക്കിയിട്ടില്ല, അൽ ഖിബിലയെ, അല്ലത്തി എങ്ങനെയുള്ള ഖിബില? കുൻത അലൈഹ. മനസ്സിലായില്ലേ വ്യത്യാസം? നേരത്തെ ആയത്തിൽ എന്തായിരുന്നു? അല്ലത്തി കാനു അലൈഹ എന്നാണ്. കാനു എന്നുള്ള അവരായിരുന്ന. ഇവിടെ കുൻതയാണ്. കുൻത എന്ന് പറഞ്ഞാൽ നീ ആയിരുന്ന. കാനയുടെ വേറെ ഫോമാണ്. കാനു എന്നുള്ളതിന്റെ കുൻത എന്ന് പറയുന്നത് നീ ആവുക എന്നുള്ളതിനാണ്. താങ്കൾ എന്നുള്ള റസൂലിനെ പറയുന്നത്. അല്ലത്തി കുൻത അലൈഹ, നീ ആദ്യം ഖിബിലയുടെ അലൈഹ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ, ഖിബിലയുടെ മേൽ എന്നുള്ളതാണ് ഹാ എന്ന് പറയുക. അപ്പൊ നീ ആദ്യം ഉണ്ടായിരുന്ന ആ ഖിബിലയെ നാം ആക്കിയിട്ടില്ല. എന്ത് മാറ്റിയിട്ടില്ല എന്നുള്ള അർത്ഥം എന്താണ്? താങ്കൾ തിരിഞ്ഞു നിന്നിരുന്ന ഖിബിലയെ നാം ആക്കിയിട്ടില്ല. എന്തിനാണ് അങ്ങനെയൊക്കെ ആക്കിയത്? ഇല്ല, അല്ലാതെ, ലിനഅലമ, നാം അറിയാൻ വേണ്ടി. നഅലമ എന്നുള്ള വാക്ക് വരുന്നത് ലി എന്ന് പറഞ്ഞ വേണ്ടി, നഅലമ എന്നുള്ള അലിമ യാലമു, അലിമ അറിഞ്ഞു, യാലമു അവൻ അറിയുന്നു. ഇവിടെ നഅലമ എന്നുള്ളത് എന്താണ്? വന്ന് അള്ളാഹു ആണ് പറയുന്നത്. അപ്പൊ നാം അറിയാൻ വേണ്ടി. എന്തുകൊണ്ട് അവിടെ യാലമു, അലിമ യാലമു എന്നാണ് ശരിക്കും ഫോം. അലിമ അറിഞ്ഞു, യാലമു അവൻ അറിയുന്നു. അപ്പൊ ശരിക്കും നാലമു എന്നാ വേണ്ടത്. നാലമു എന്നാണ് ശരിക്കുള്ള മുതാരിയായ ഫോമില് വേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ നാലമ എന്നായി മൂന്നുള്ളത്? അത് ലീ വന്നത് കൊണ്ടാണ്. അതിന്റെ മുന്നേ ഒരു ലീ എന്നുള്ള ഇത് വന്നത് കൊണ്ടാണ് നാലമ എന്നാണ്. അപ്പൊ ഇല്ലാനി നാലമ, അറിയാൻ വേണ്ടിയല്ലാതെ, മൻ ആര്, യത്തബിഉ പിന്തുടരുന്നു, യത്തബിഉ വാക്ക് പിന്തുടരുക അല്ലെ, ഇത്തിബാ റസൂലിനെ പിന്തുടരുന്നത് ഇത്തിബാ. അപ്പൊ യത്തബിഉ റസൂലിനെ പിന്തുടരുന്നവരാരാണെന്ന് അറിയാൻ വേണ്ടി. മിമ്മൻ, പിന്നെ മിമ്മൻ എന്നുള്ള വാക്ക് എങ്ങനെ വരുന്നെന്ന് അറിയോ? മിൻ പ്ലസ് മൻ എന്നാണ്. മിൻ എന്ന് പറഞ്ഞ ഫ്രം, മൻ ആര്. അപ്പൊ മിമ്മൻ എന്ന് പറയുന്ന ആരിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെയുള്ളവരിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞ ഫ്രം, മൻ യൻഖലിബു അലാ അഖിബൈഹി. ഇവിടെ മൻ എന്നുള്ളത് കൂട്ടി വായിച്ചതാണ് ഞാൻ. മിൻ എന്ന് പറഞ്ഞ ഫ്രം, അവരിൽ നിന്ന്. മൻ യൻഖലിബു അലാ അഖിബൈഹി, ആരാണ്? യൻഖലിബു എന്ന് പറഞ്ഞാൽ പിന്തിരിയുന്നതിനാ പറയാ. തിരിഞ്ഞു പോവുക. അതുവരെ ഉണ്ടായിരുന്നതിന് തിരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നൊക്കെ പറയും. അതായത് അത്രയും കാലം ഹിദായത്തിൽ നിന്ന ഒരാള് ഈ ഒരു വിഷയം വന്നതോടുകൂടി ആള് പിന്തിരിഞ്ഞു പോയി. ഇനി ഞാനില്ല, ഇതാകെ കൺഫ്യൂസിങ് ആണ്, തോന്നുമ്പോ ഭാഗം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് പിന്തിരിഞ്ഞു പോയി. അങ്ങനത്തെ ഉള്ള ആളുകൾ.
അപ്പൊ ഇൻഖലിബു അവര് പിന്തിരിഞ്ഞു പോയി അലാ അഖിബൈഹ തന്റെ പിൻകാലുകളിൽ, ഇതൊരു പ്രയോഗമാണ്, അവരുടെ പിൻകാലുകളിൽ നിന്ന് അവർ നിന്നിരുന്ന ആ ഒരു ഇതിൽ നിന്ന് അവര് പിന്തിരിഞ്ഞു പോവാണ്. മനസ്സിലായില്ലേ? അപ്പോ അള്ളാഹു എന്തിനാണ് ഈ കിബില ഒമാ ജാലിന കിബിലത്തല്ലത്തി കുന്ത, നീ ഉണ്ടായിരുന്ന കിബിലയെ ഞാൻ ആക്കിയിട്ടില്ല, എന്തിനതാക്കിയത്? ഇല്ലാനില റസൂല യൻഖലിബു അലാ ഖിബൈഹി, ആരാണ് റസൂൽ പറയുന്നത് പിൻപറ്റുന്നതെന്നറിയാനും ആരാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് എന്നറിയാനും വേണ്ടിയാണ് അല്ല ഈ ഒരു കാര്യം ചെയ്തത്. മനസ്സിലായില്ലേ? ശരിക്ക് ഒരു ഭാഗത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞ് അത് മാറ്റുമ്പോ ആരൊക്കെ റസൂൽ പറയുന്ന പോലെ ഇങ്ങ് തിരിഞ്ഞു വരുന്നു, ആരൊക്കെ അവിടെ കൺഫ്യൂഷൻ ആയിട്ട് കൊഴിഞ്ഞു പോകുമെന്ന് അള്ളാഹ് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതിലൊക്കെ ഒരുപാട് പാഠം നമുക്കുണ്ട്. അള്ളാഹു ഈ ലോകത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ മുസ്ലിം സമൂഹത്തിന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും അള്ളാഹിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല അല്ലെ? എത്ര ആളുകൾ ഇതുപോലെ ഇസ്ലാമിൽ പിടിച്ചു നിൽക്കുമെന്നും എത്ര ആളുകൾ പിന്തിരിഞ്ഞു പോകുമെന്നും എത്ര ആളുകൾ ഇത്ര കഠിനമായ സിറ്റുവേഷൻ വന്നാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും ഒക്കെ അള്ളാഹിന്റെ ഉദ്ദേശങ്ങൾ നിങ്ങൾ നോക്കൂ. ഈ ഒരു കിബില മാറ്റത്തിന്റെ ഉദ്ദേശം, അതായത് ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മുസ്ലിം എന്ന പേര് പറയുന്നത് തന്നെ പ്രയാസകരമായ സാഹചര്യമാണ്. അപ്പൊ അത്രയും ഇനിയും പ്രയാസകരമായിട്ടും ഈ വളരെ ആർജവത്തോടു കൂടി ഇസ്സത്തോടു കൂടി ഈ ദീനിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര വന്നാലും അവര് ഒരടി പോലും പിന്നോട്ട് പോവില്ല. എന്നാൽ ചെറിയ ഒരു പരീക്ഷണം വരുമ്പോഴേക്കും ഇനി ഇത് മതി, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്തിരിഞ്ഞു പോകുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയൊരു പാടാണ്. ഇനി അത് പറയാണ്, അതാണെങ്കിൽ കബീറത്തൻ, വലിയ കാര്യമാണ്, വലിയ പ്രശ്നമാണ്. ഇല്ല അലല്ലദീന ഹദല്ലാ, അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു നേർമാർഗം കാണിച്ചു കൊടുക്കാത്തവരുടെ കാര്യത്തിൽ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരെന്ത് ആൻസർ കൊടുക്കും? ഇപ്പൊ തന്നെ നമ്മുടെ അതായത് ഇത് മനസ്സിലായില്ലേ ഈ ആയത്തിന്റെ അർത്ഥം? ഇൻ എന്നാ എങ്കിൽ, ആൻഡ് ഇൻ എങ്കിൽ, കാനത്ത് ആയിരുന്നു തീർച്ചയായും. കബീർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത്. കബീറത്തൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യമാണ്. ഇൻ കാനത്തിലെ കബീറത്തൻ, ഇല്ല ഒഴികെ, ഇത് വലിയ പ്രശ്നമാണ്. ആർക്കൊഴികെ? ഇല്ല ഒഴികെ. അലല്ലദീന, അല എന്ന് പറഞ്ഞ ഓൺ, അല്ലദീന ഒരു കൂട്ടർ. എങ്ങനെയുള്ള കൂട്ടർ? ഹദല്ല, അള്ളാഹു ഹിദായത്ത് നൽകി. ഹദ എന്ന് പറഞ്ഞാൽ സന്മാർഗം നൽകി. അള്ളാഹു സന്മാർഗം നൽകിയവരുടെ മേലിൽ അല്ലാത്ത, അള്ളാഹു സന്മാർഗം നൽകാത്തവർക്കൊക്കെ ഇത് ഭയങ്കര പ്രശ്നമാണ്. വൈകാനത്തിലൊക്കെ ബീറത്തന്നില്ല അലല്ലദീന ഹദല്ലാ. അപ്പൊ ഇത് വമാ കാനല്ലാഹു, അല്ലാഹു അല്ല, ആൻഡ് മാ അല്ല, അല്ലാഹു ആയിരുന്നില്ല, ഈമാനക്കും, ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി, യുദിയു എന്ന വാക്കിട്ട്. ഈ വാക്ക് അള്ളാഹ് എന്ന് പറഞ്ഞാൽ പാഴാക്കുക. സൂറത്തുൽ കഹ്ഫിലൊക്കെ ഈ വാക്കുണ്ട്. പാഴാക്കുക, പാഴാക്കുന്നതിന് വേണ്ടിയല്ല. ഈമാനക്കും, ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസം, നിങ്ങളുടെ, അപ്പൊ നിങ്ങളുടെ വിശ്വാസം പാഴാക്കാൻ വേണ്ടി അള്ളാഹു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ ബിന്നാസില റഊഫുർ റഹീം. അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നവനല്ല. വമാ കാനല്ലാഹു ലിയുദിയ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയാൻ, നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയല്ല അള്ളാഹു, അങ്ങനെയല്ല അള്ളാഹു ചെയ്യുന്നത്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ബിന്നാസി തന്റെ ജനങ്ങളോട്, തീർച്ചയായും റഊഫാണ്, അതായത് നല്ല കാരുണ്യവാൻ, അതായത് കൃപാലു, ദയുള്ളവൻ. റഊഫിന്റെ അർത്ഥം ദയുള്ളവനാണ്. റഹീമാണ്, കാരുണ്യവാനാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ബിന്നാസി ജനങ്ങളോട്, റഊഫുർ റഹീം, കാരുണ്യവാനോ ദയുള്ളവനും ആകുന്നു എന്നർത്ഥം. ഈ ഒരു ആയത്ത് വലിയൊരായത്താണ് അല്ലേ? അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കും ഒന്നുകൂടി. വക്കദാലിക്ക, ഇതൊന്ന് ഖുറാനില് മുന്നിലുണ്ടെങ്കിൽ ഖുറാൻ കൈവച്ചെന്ന് അർത്ഥം പറഞ്ഞു നോക്കട്ടോ. വക്കദാലിക്ക, അപ്രകാരം, ജഅൽനാക്കും, നിങ്ങളെ നാം ആക്കി, ഉമ്മത്തം വസത്ത, ഒരു മധ്യമ സമുദായം, ലിതകൂനു, നിങ്ങളായി തീരാൻ വേണ്ടി, ശുഹദാ, സാക്ഷികൾ, അലന്നാസ്, ജനങ്ങളുടെ മേലെ, വയക്കൂന റസൂലു, പിന്നെന്താണ്? ആൻഡ് എന്തും കൂടി ഉദ്ദേശിച്ചുണ്ട്? റസൂലു ആയിത്തീരാൻ വേണ്ടി, അലൈക്കും, നിങ്ങളുടെ മേൽ, ഷഹീദ, സാക്ഷിയാവാനും വേണ്ടി.
അപ്പൊ അള്ളാഹു എന്തിനാണ് ഇതാക്കിയത്? ഇങ്ങനെ ഉള്ള ഇതാണ് വജഅൽനാകും ഉമ്മത്തൻ വസത്ത, മധ്യമ സമുദായമൊക്കെ ആക്കിയത് അതിനു വേണ്ടി. വമാ ജഅൽനാ, നാം ആക്കിയിട്ടില്ല ഖിബ്ലത്തല്ലതി കുൻത, നീ മുമ്പുണ്ടായിരുന്ന കിബിലെ നാം ആക്കിയിട്ടില്ല. എങ്ങനെയൊക്കെ ആക്കിയത് എന്നർത്ഥം. അതായത് ഇങ്ങനെ കിബില മാറ്റമൊക്കെ സംഭവിച്ചത് എന്തിനാന്ന് വെച്ചാല് ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, ആരാണ് റസൂലിനെ പിൻപറ്റുന്നതെന്നറിയാനും ആരാണ് പിന്തിരിയുന്നത് എന്നറിയാനും വേണ്ടി. വൈൻ കാനത്തിലെ കബീറത്തനില്ലാഹദല്ല, വൈൻ കാനത്തിലെ കബീറ, തീർച്ചയായും അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണ്. ഇല്ല അലല്ലദീന ഹദല്ല, അള്ളാഹു സന്മാർഗം നൽകാത്തവർക്കൊക്കെ അത് വലിയൊരു കാര്യം തന്നെയാണ്. വമാ കാനല്ലാഹു ലിയുദിയ ഈമാനക്കും, അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കാനോ നഷ്ടപ്പെടുത്താനോ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ബിന്നാസി, മറിച്ച് അള്ളാഹ് എങ്ങനെയാണ് ജനങ്ങളോട് നല്ല ദയാപരൻ, റഊഫാണ്, റഹീമാണ്, കാരുണ്യവാനാണ്. ഈ ഒരു ആയത്ത് കുറച്ചധികം വിശദീകരണമാണ്. അപ്പൊ അതിന്റെ വലിയ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം. ജസ്റ്റ് ഒന്ന് പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന്റെ, മുസ്ലിങ്ങളുടെ നേതൃത്വത്തെ കുറിച്ചുള്ള പ്രഖ്യാപനമാണിത്. ഇவ்விധം എന്ന വാക്കിൽ രണ്ട് ഭാഗത്തേക്കും സൂചനയുണ്ട്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം അംഗീകരിച്ചവർക്ക് നേർമാർഗം തിരിച്ചറിയാനും അതിലൂടെ പുരോഗമിച്ചു ഉമ്മത്തുൻ വസത്തുൻ, അതായത് മിത സമുദായം എന്ന ഉന്നത സ്ഥാനം കരസ്ഥമാക്കാനും കാരണമായ മാർഗദർശനത്തിലേക്കും കിബിലയെ മാറ്റിയ സംഭവത്തിലേക്കും. കിബില ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് വിഡ്ഢികൾ മനസ്സിലാക്കുന്നത്. വാസ്തവമാകട്ടെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കിബിലയെ കഅബയുടെ ഭാഗത്തേക്ക് മാറ്റിയത് ലോക നേതൃത്വ പദവിയിൽ നിന്ന് അള്ളാഹു ഇസ്രായേലരെ ഔപചാരികമായി പുറത്താക്കിയെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ആ സ്ഥാനം നൽകിയുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. മിത സമുദായം എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ള ഉമ്മത്തുൻ വസത്തുൻ എന്ന വാക്ക് വിപുലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒറ്റ വാക്കിൽ അത് പ്രകാശിപ്പിക്കുക സാധ്യമല്ല. നീതിയുടെയും മര്യാദയുടെയും മധ്യസ്ഥതയുടെയും നിലപാടിൽ സ്ഥിതി ചെയ്യുന്ന ലോക ജനതകൾക്കിടയിൽ അധ്യക്ഷ പദവിയിലുള്ള സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം സകലരോടും ബന്ധപ്പെടുന്ന, അധർമ്മമായും അന്യായമായും ആരോടും ബന്ധപ്പെടാത്ത സമുന്നതവും സമുത്കൃഷ്ടവുമായ ഒരു വിഭാഗമാണെന്നാണ് അതുകൊണ്ടുള്ള വിവക്ഷ. അതായത് ഇവിടെ പറയുന്നത് ഈ ഒരു ആയത്ത് വലിയൊരു കാര്യം പറയുന്നത്, അത്രയും കാലം ബൈത്തുൽ മുഖദ്ദസിൽ നിന്നുണ്ടായിരുന്ന കിബിലയെ പെട്ടെന്ന് കഅബയിലേക്ക് മാറ്റിയതിന്റെ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മുസ്ലിം നേതൃത്വ പദവി ഈ ബനി ഇസ്രായേലിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക്, പ്രവാചകന്റെ കൂട്ടരിലേക്കും മാറ്റി എന്നുള്ള തരത്തിൽ കിബില മാറ്റം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ മധ്യമ സമുദായം എന്ന് പറയുന്നത് എന്താണ്? ഈ മധ്യമം എന്നതിന്റെ ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞത്. നീതിയുടെയും മര്യാദയുടെയും മധ്യസ്ഥതയുടെയും നിലപാട് സ്ഥിതി ചെയ്യുന്നത്. അതായത് നീതി ഈ നീതി എന്ന് പറയുന്നത് തന്നെ ഒരു മദ്യല്ലേ അല്ലെ? ഇപ്പൊ തുലാസിലൊക്കെ ആ ഒരു തൂങ്ങുന്ന സാധനം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുലാസും, ആ സാധനം മധ്യത്തിൽ നിൽക്കുമ്പോഴാണല്ലോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല? അത് നീതി രണ്ട് ഭാഗത്ത് ഒരുപോലെ തൂങ്ങുമ്പോഴാണ് ആ ശരിക്കുള്ള തുലാസ ഞാൻ പറയുന്നത്, ഡിജിറ്റൽ അല്ല. ആ തുലാസിന്റെ ആ ഒരു കൂർത്ത സാധനം നടുവിൽ അവിടെ നിൽക്കുക എങ്ങനെയാണ്? ആ രണ്ട് ഭാഗത്തും ഒരുപോലെ. അപ്പൊ അത് നീതി, അതാണ് മധ്യത്തിൽ അതാണ് നിൽക്കുക. അപ്പൊ നീതിയുടെയും മര്യാദയുടെയും മധ്യസ്ഥതയുടെയും നിലപാടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജനത, ലോക ജനങ്ങൾക്കിടയിൽ അധ്യക്ഷ പദവിയിലുള്ള ഒരു ജനത, ഉമ്മത്തും വസത്ത് കേട്ടോ, സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം സകലരോടും ബന്ധപ്പെടുന്ന, പിന്നെ അധർമ്മമായും അന്യായമായും ആരോടും ബന്ധപ്പെടാത്ത, അതായത് വളരെ നല്ല മനുഷ്യര്, അതായത് അവർ സത്യത്തിന്റെ പാതയിലായിരിക്കും, സന്മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളോട് ഇടപഴകുക. അതുപോലെ അധർമ്മത്തിനും അന്യായമായും ആരോടും അവരുടെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. അത്രക്കും സമുത്കൃഷ്ടമായ ഒരു വിഭാഗമാണ് ഈ ഉമ്മത്തും വസത്ത് എന്ന് ഇവിടെ പറയുന്നു. അതുപോലെ ഇവിടെ പറയുന്നു, നിങ്ങൾ ലോക ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടിയും ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാൻ വേണ്ടിയുമാണ് നിങ്ങളെ മിത സമുദായമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇതിൽ പറഞ്ഞല്ലോ യക്കൂനർ റസൂല് അലൈക്കും ഷഹീദ എന്നുള്ള. എന്തിനാണ് ഇങ്ങനെ ആക്കിയത്? ആദ്യം പറഞ്ഞ ഉമ്മത്തം വസത്തിൽ തകൂനു ഷുഹദാ അലന്നാസി വയക്കൂന റസൂൽ അലൈക്കും ഷഹീദ എന്ന് പറഞ്ഞില്ല? അതിന്റെ അർത്ഥം അതായത് നിങ്ങൾ ലോക ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടി, മുസ്ലിങ്ങളോട് പറയാണ് നിങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് സാക്ഷികളാണ്, ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാൻ വേണ്ടിയുമാണ് നിങ്ങൾ മിത സമുദായമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ മനുഷ്യവംശത്തെ മുഴുവൻ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യുമ്പോൾ ദൈവദൂതൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി എന്ന നിലക്ക് നമ്മുടെ മേൽ സാക്ഷിയായിരിക്കും.
മനസ്സിലായില്ലേ? മുസ്ലിങ്ങൾക്ക് മേൽ അള്ളാഹു റസൂല് സാക്ഷിയാവും. അതായത് ശരിയായ ചിന്ത, ഉത്തമമായ കർമ്മം, നീതിപൂർവമായ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് അള്ളാഹു നബിക്ക് നൽകിയ ശിക്ഷണങ്ങൾ ഒരുവിധ ഏറ്റക്കുറവും കൂടാതെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് എത്തിച്ചു തരികയും അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരികയും ചെയ്തു എന്ന് തിരുമേനി സാക്ഷി പറയുന്നതാണ്. പരലോകത്ത് തിരുമേനി അള്ളാഹിനോട് സാക്ഷി പറയും, ഞാൻ വളരെ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഒന്നിനും കുറവ് വരുത്താതെ ഞാൻ ഈ ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നാഥാ എന്ന് പറയും. അനന്തരം ദൈവദൂതന്റെ പ്രതിനിധികൾ എന്ന നിലക്ക് നാം മറ്റു മനുഷ്യരുടെ മേൽ സാക്ഷി നൽകേണ്ടതായും വരും. അപ്പോ മനസ്സിലായില്ലേ? മറ്റു ജനങ്ങളുടെ മേലെ സാക്ഷിയാവേണ്ടത് ഈ മുസ്ലിം ഉമ്മത്തായിരിക്കും. ദൈവദൂതൻ ഞങ്ങളെ എന്താണ് സാക്ഷി പറയേണ്ടി വരിക? ദൈവദൂതൻ അതായത് റസൂൽ ഞങ്ങളെ അറിയിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതിലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് നമ്മളും സാക്ഷി പറയേണ്ടി വരുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളും റസൂൽ പറഞ്ഞ പോലെ തന്നെ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ എന്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് എന്ന് സാക്ഷി പറയണം. ഇவ்விധം ഒരു വ്യക്തിയെയോ വിഭാഗത്തെയോ ദൈവത്തിങ്കൽ നിന്ന് ഈ ലോകത്ത് സാക്ഷികളുടെ സ്ഥാനത്ത് നിയമിക്കുന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അവരെ ലോക നേതൃത്വ പദവിയിൽ അവരോധിക്കുക എന്നാണ്. അതായത് സാക്ഷി പറയാന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അപ്പൊ നേതൃത്വ പദവി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇതിൽ ഒരു വശത്ത് ശ്രേഷ്ഠതയും ബഹുമതിയും ഉണ്ടെങ്കിൽ മറുവശത്ത് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ഇത് ശരിക്കും നേതൃത്വം മാറ്റി എന്ന് പറഞ്ഞാല് ഒരു ഭാഗം നോക്കുമ്പോൾ ഒരു സന്തോഷം, കാരണം നമുക്ക് നേതൃത്വ പദവി മുസ്ലിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. പക്ഷെ അതിന്റെ മറുപുറം വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഇതിലൂടെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയത് എന്നുള്ളതാണ്. ദൈവഭക്തി, സന്മാർഗനിഷ്ഠ, നീതിപാലനം, സത്യസേവനം എന്നിവക്ക് നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി ഈ സമുദായത്തിന് ജീവിക്കുന്ന സാക്ഷ്യമായിരുന്നത് പോലെ ഈ സമുദായം മുഴുവൻ ലോകത്തിനും ജീവിക്കുന്ന സാക്ഷികളായിരിക്കേണ്ടതുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി അവസാനമായി പറയുന്നത് ഇതില് അവരുടെ വാക്കും പ്രവൃത്തിയും സ്വഭാവചര്യകളും എല്ലാം കണ്ട്, അതായത് ഈ മുസ്ലിം ഉമ്മത്തിന്റെയാണ് പറയുന്നത്. ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ആലോചിക്കേണ്ടത്. ഞാൻ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ നമ്മൾ അത് സംതൃപ്തരാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഇത്തരം ആളുകളുടെ വാക്കും പ്രവൃത്തിയും സ്വഭാവചര്യങ്ങളും എല്ലാം കണ്ട് ഇതാണ് ദൈവഭക്തി, സന്മാർഗനിഷ്ഠ, നീതിപാലനം, സത്യസേവനം എന്ന് ലോകത്തിന് മനസ്സിലാകണം. മാത്രമല്ല ദൈവനിർദ്ദേശം നമുക്ക് എത്തിച്ചു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉത്തരവാദിത്തം വളരെ ഭാരിച്ചിരുന്നത് പോലെ പ്രസ്തുത നിർദ്ദേശം മറ്റു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നമുക്കുള്ള ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതാണ്. തിരുമേനി അവിടുത്തെ കൃത്യനിർവഹണത്തിൽ വല്ല വീഴ്ചയും ഇരുന്നുവെങ്കിൽ ദൈവത്തിങ്കൽ ശിക്ഷിക്കപ്പെടുമായിരുന്നത് പോലെ തിരുമേനി മുഖേന ലഭിച്ച സന്മാർഗം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു വീഴ്ചയും ഞങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് ദൈവസന്നിധിയിൽ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധ്യമാകാത്ത പക്ഷം ദൈവം നമ്മെ കഠിനമായി ശിക്ഷിക്കുന്നതും ഇതേ നേതൃത്വ പദവി നമ്മുടെ നാശത്തിന് കാരണമായി ഭവിക്കുന്നതാണ്. അതായത് അള്ളാഹു മുസ്ലിങ്ങൾ ഈ ഉത്തരവാദിത്വം വലിയ ഭാരിച്ച ഉത്തരവാദിത്വം തരുമ്പോൾ അത് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുമെന്നാ പറയുന്നത്. അതായത് നേതൃത്വ മാറ്റം ബനൂ ഇസ്രായേലിയർക്ക് അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയായതിന്റെ കാരണം നമ്മൾ പഠിച്ചു. അവർക്ക് അള്ളാഹു സമൂഹത്തിന് നേതൃത്വ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാരായിരുന്നു എല്ലാ പാമര ജനങ്ങളും അവരെയാണ് സമീപിച്ചിരുന്നത്. കാരണം എന്താ? അവർക്കാണ് അള്ളാഹിന്റെ അടുത്തുള്ള വേദം ഉണ്ടായിരുന്നത് കയ്യില്. അതുകൊണ്ട് അവരെയൊക്കെ നയിക്കുന്ന ഒരു ഉത്തരവാദിത്വം അവർക്ക്. പക്ഷെ അതിൽ അവർ വീഴ്ച വരുത്തിയപ്പോൾ നേരെ അള്ള തിരിച്ചത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ഇനി ഇവിടെ വീഴ്ച വരുത്തുമ്പോൾ തീർച്ചയായും അതിന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നേതൃഘട്ടത്തിൽ നമ്മുടെ വീഴ്ച കാരണം എന്തെല്ലാം ദുഷിച്ച വിശ്വാസാചാരങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നാശങ്ങളും കുഴപ്പങ്ങളും ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടോ, അതിനെല്ലാം തിന്മയുടെ നേതാക്കളോടും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളോടൊപ്പം നാം അല്ലാഹുവിൽ കുറ്റക്കാരായിരിക്കും. അതായത് ഇപ്പൊ ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ ഫസാദുകൾക്കും കാരണം ഈ ഒരുപാട് പിശാചുക്കളും അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന കുറെ ആളുകളും ഉണ്ടല്ലോ. അവര് നാശവും കുഴപ്പവും ഭൂമിയിൽ ഒരുപാട് നാശം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരോട് അള്ളാഹുവിൽ അവര് എത്രമാത്രമാണ് അതുപോലെ തന്നെ നമ്മളും കുറ്റക്കാരാവും. എങ്ങനെ? ഇത്രയും ഇതുണ്ടായിട്ടും നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഉത്തരവാദിത്വം നമുക്ക് അല്ല തന്നിട്ട് ആ നേതൃത്വ പദവിന്റെ സ്ഥാനം വഹിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ ഒന്നും ചെയ്തില്ലല്ലോ എന്നതിനാണ് മുസ്ലിങ്ങൾക്കുള്ള കുറ്റം. ലോകത്ത് പാപങ്ങളും അക്രമവർദ്ധനങ്ങളും ദുർമാർഗങ്ങളും വേർപാട് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എവിടെയാണ് ചത്തുകിടന്നിരുന്നതെന്ന് ദൈവം നമ്മോട് ചോദിക്കും. അപ്പൊ ഈ ഒരു ആയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യും. പല സ്ഥലങ്ങളിലും കോട്ട് ചെയ്യപ്പെടുന്നതാണ്. കാരണം മുസ്ലിങ്ങൾക്ക് ഒരു നേതൃത്വ പദവി നൽകുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്.
നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ആയത്തിലൂടെ നമ്മള് ദീനിനു വേണ്ടി പ്രവർത്തിക്കുക, ദീനിന്റെ അള്ളാഹു റസൂൽ നമുക്ക് എത്തിച്ചു തന്ന കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അല്ലാതെ ഫർദ് കിഫായ പോലെ ഇപ്പൊ മയ്യത്ത് നിസ്കരിക്കുന്ന പോലെ കുറച്ചാൾ നിസ്കരിച്ചാൽ ആ ബാധ്യത അവിടെ പൂർത്തിയായി അല്ലെ. മയ്യത്ത് നിസ്കാരം അങ്ങനെയാണല്ലോ, എല്ലാവരും നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കുറച്ചാളുകൾ ചെയ്താൽ ആ ഒരു കടമ അവിടെ പൂർത്തിയാകുന്നു. ഫർദ് കിഫായ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഫർദ് ഐനാണ്. ഐൻ എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിനും ബാധ്യതയാണ് ഫർദ് ഐൻ. ഇപ്പൊ നിസ്കാരവും നോമ്പൊക്കെ ഉള്ള പോലെ തന്നെ ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത് അള്ളാന്റെ ദീൻ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം. അല്ലെങ്കിൽ മധ്യമ സമുദായം എന്ന് അള്ളാഹ് നമ്മളെ പേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീതിക്കും സന്തുലിതമായിട്ട് നിൽക്കുന്ന ഒരു സമുദായം, ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന, സത്യസന്ധമായി മാർഗത്തിൽ നിൽക്കുന്ന ആ ജനങ്ങള് ഈ ലോകത്ത് ഒരുപാട് അക്രമങ്ങളും മർദ്ദനങ്ങളും മറ്റുള്ളവർ അനീതി ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വെറും നോക്കുകൂത്തികളായി നിൽക്കുമ്പോ നമ്മളോട് അന്ന് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ആയത്ത് വലിയ ഒരു ആയത്താണ്, ഗൗരവമുള്ള ആയത്താണ്. ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട ആയത്താണ്. ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പല ആളുകളും വിചാരിക്കുന്ന ഒരു വിചാരം എന്താന്ന് വെച്ചാൽ ഈ നമസ്കാരം നോമ്പ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ എന്റെ ബാധ്യത പൂർത്തിയായി എന്നുള്ള ഒരു ചിന്തയിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സംതൃപ്തിയോടുകൂടി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന്. പക്ഷെ അല്ല, ഈ ദീനിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് പല രീതിയിലാണ്. ഒരു സ്ത്രീ ആണെങ്കിലും സ്വന്തം അയൽവാസിന്റെ അടുത്തേക്ക് പോകുമ്പോ സംസാരിക്കുക അല്ലെ. ദീൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ദീൻ എന്തെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നമ്മളിപ്പോ അവിടെ പോയിട്ട് റസൂലുണ്ട് മറ്റേ അങ്ങനെയൊന്നല്ല പറയേണ്ടത്. നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് ഒരു ക്ലാസ് ഉണ്ട്, അവിടെ ദീനിനെ പറ്റി നല്ല ക്ലാസ് ആണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇത്, അങ്ങനെ പറയുന്ന തന്നെ ദീൻ എത്തിച്ചു കൊടുക്കല. അത് അങ്ങനെയാണ് നമ്മള് പല രീതിയിലാണ് അത് ചെയ്യുക. പല ആളുകളും വിചാരിക്കും ദീനു വേണ്ടി പ്രവർത്തിക്കാന്ന് പറയുമ്പോൾ അങ്ങ് പുറത്തിറങ്ങുക, ഖുറാനങ്ങ് മറ്റുള്ളവർക്ക് എത്തിച്ച് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ കുറെ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. നമുക്ക് എവിടെയാണോ ഇടപഴകുമ്പോ എങ്ങനെയൊക്കെയാണോ ഓരോരുത്തരുടെ സാഹചര്യം, ജോലി ചെയ്യുന്നവരാണ്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആളുകളെ കാണുമ്പോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് നമ്മുടെ വ്യക്തിത്വത്തിന് നല്ല ശുദ്ധത ഉണ്ടാവുക. അനീതിക്ക് വേണ്ടി അനീതി കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക. നമ്മൾ സത്യസന്ധയെ പെരുമാറുള്ളൂ, കൃത്യനിഷ്ഠ, സത്യസന്ധത, അമാനത്തിൽ ഭയങ്കര പെർഫെക്റ്റ്, ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ ചോദിക്കുവോ ഇതെന്താണ് ഭയങ്കര പെർഫെക്റ്റ് ആണല്ലോ, നിങ്ങൾ മുസ്ലിം ആണോ? അത്തരത്തിൽ നമുക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാം വ്യക്തിത്വത്തിലൂടെ, ജീവിതത്തിലൂടെ. അതാണ് ജീവിതത്തിലൂടെ കാണിക്കേണ്ടത്. തീർച്ചയായും ജീവിതത്തിനൊപ്പം തന്നെ നമുക്ക് കഴിയുന്ന പോലെ തന്നെ ആളോട് പറഞ്ഞിട്ടും ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർ പറയുമ്പോൾ അത് കാപട്യമായി മാറും. അത് മുനാഫിക്കാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. മറ്റുള്ളവരോടൊക്കെ എല്ലാത്തിനും പറയും, പക്ഷെ തന്റെ ജീവിതത്തിൽ വെറും ഒന്നും ഇല്ലാത്ത അവസ്ഥ, പറയുന്നതൊന്നും ഇല്ലാത്ത അവസ്ഥ, അത് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം നമുക്ക് നമ്മൾ ഇടപഴകുന്ന സാഹചര്യങ്ങളിലൊക്കെ എവിടെയാണോ ഒരു അവസരം കിട്ടുന്നത്, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളെ പരിചയപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ലൈറ്റിന്റെ ഒരു മെഴുകുതിരിയുടെ വെളിച്ചെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പണ്ഡിതന്മാരുടെ മഹാന്മാരുടെ ജീവിതമൊക്കെ നോക്കുമ്പോൾ അവര് എപ്പോഴും പേടിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ മുന്നേ ഒരു ക്ലാസ്സിൽ കേട്ടത്, ഒരു 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 പണ്ഡിതൻ ഒരു രാജ്യത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പരിപാടിക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം ആ പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 30 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഒരു ഡ്രൈവർ അയച്ചിട്ട് ടാക്സി ഡ്രൈവർ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ 30 മിനിറ്റ് എന്റെ കൂടെ ഈ മനുഷ്യൻ ഇരിക്കുമ്പോ ഞാൻ ഒന്നും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പേടിച്ച മനുഷ്യൻ ആ 30 മിനിറ്റ്, അരമണിക്കൂർ സമയത്തേക്ക് ഈ ഇസ്ലാം അറിയാത്ത മനുഷ്യൻ എന്റെ കൂടെ ഇരിക്കുമ്പോ അള്ളാ നീ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് കഥ ഉണ്ട്. അവസാനം അയാൾ ഇസ്ലാം സ്വീകരിച്ച കഥ. അയാളോട് ചോദിച്ചു എന്താണ് ജീവിതമൊക്കെ എങ്ങനെ പോണു, സുഖാണോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവസാനം പറഞ്ഞ് ഞങ്ങക്ക് ദീനും മതമൊന്നും ഇല്ല വെച്ചപ്പോ അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ യുക്തിയോടുകൂടി സംസാരിച്ച് അവസാനം അദ്ദേഹം സമർത്ഥിക്കുകയാണ് ഇസ്ലാം ദീനില്ലാതെ മനുഷ്യനോട് ജീവിക്കാൻ സാധ്യമല്ല എന്ന് അവിടെ സമർത്ഥിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇസ്ലാമിൽ സ്വീകരിക്കുന്ന ഒരു കഥയൊക്കെ വായിച്ചതായി ഓർക്കുകയാണ്. അപ്പൊ അത്രക്കും പണ്ഡിതന്മാരൊക്കെ ഈ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധവാന്മാരായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മള്
ഒരു ഹോസ്പിറ്റലിൽ കാത്തു നിൽക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആളുകളെ കാണുമ്പോൾ എങ്ങനെങ്കിലും ഇവർക്ക് ഒരു വെളിച്ചത്തിന്റെ ഒരു തരി എങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആലോചിക്കുക. അല്ലെങ്കിൽ സംസാരത്തില്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാം, ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് പറയാം. അപ്പോ ആഗ്രഹിക്കുന്ന ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹ് വിചാരിക്കുന്ന ആളുകൾ ആ ഒരു ഒറ്റ വാക്കിൽ തന്നെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ യുക്തിക്കും സാഹചര്യത്തിനും കഴിവിനും ഒക്കെ അനുസരിച്ചിട്ട് കഴിയുന്ന പോലെ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.